ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റി ഞണ്ട് മസാല ഉണ്ടാക്കിയാലോ. ചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും മൂപ്പിക്കുക. അതിനുശേഷം നീളത്തിലരിഞ്ഞ 4 സവോളയും കുറച്ച് ചുവന്നുള്ളിയും കൂടി ചേർത്ത് നിറം മാറുന്നത് വരെ വഴറ്റുക. ഇവിടെ ഞാൻ 1 കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേ അളവിൽ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഗരം മസാലപ്പൊടി ഇത്രയും കൂടെ ഇട്ട് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റുക. ഇനി നീളത്തിലരിഞ്ഞ് ഒരു 1.5 ടൊമാറ്റോ ഇതിനകത്തോട്ടിട്ട് ടൊമാറ്റോ എല്ലാം വെന്തുടയുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ ടൊമാറ്റോ എല്ലാം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇതിനു മുമ്പ് തന്നെ ഞാൻ ആ മസാലയിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല മിക്സ് ആകുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഞണ്ട് ഫുള്ളും ഈ മസാലയിൽ പൊതിഞ്ഞിരിക്കണം. ആ രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളത് കുറച്ച് നേരം അടച്ചു വെക്കണം. അപ്പോഴേക്കും അതിൽ ആവി കയറി ഞണ്ടിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ചെറിയ പീസ് കുടംപുളിയും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 7-8 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി ഇത് ഏകദേശം ഒരു കുറുകിയ പരുവത്തിലോട്ട് എത്തും. ഇപ്പോൾ ഏകദേശം ഒരു 8-10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകിയ ചാറോടുകൂടി ഇരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ ഇതിലെ അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുരുമുളക് പൊടി ഇടുന്നത്. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി ഒന്നും കൂടി മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. ഈ ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രാബ് മസാല റെഡി.